നമ്മളൊക്കെ ഒരു കാലത്ത് പാടി നടന്നൊരു മുദ്രാവാക്യമുണ്ട്, ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത, അതാണ് നമ്മുടെ ഭാരതം. പക്ഷെ ഈ മുദ്രാവാക്യത്തിന് അങ്ങേയറ്റം വിഘാതം സംഭവിച്ചുകൊണ്ട് രാജ്യമൊട്ടൊക്കെ ധ്രുവീകരണവും വർഗീയവൽക്കരണവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇന്നിവിടെ മുല്ലപ്പെരിയാറിന്റെ പേരിൽ ഒരേ സംസ്കാരത്തിലുള്ള രണ്ട് ഭാഷകൾ സംസാരിക്കുന്ന രണ്ട് സംസ്ഥാനത്തിലെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലടിച്ച് മുകൾ തിരിഞ്ഞു നിൽക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും കേട്ടു എന്താണ് മുല്ലപ്പെരിയാറിന്റെ ഇന്നത്തെ സ്ഥിതി. രാഷ്ട്രീയ പ്രവർത്തകർ സാംസ്കാരിക നയങ്ങൾ പറഞ്ഞു ഞാനിവിടെ വന്ന് പ്രസംഗിക്കുകയാണെന്നുള്ളത്. പക്ഷേ അതിനോടൊപ്പം തന്നെ എത്രയോ ലജ്ജാകരമായ കാര്യമാണ്, ഇത്രയേറെ പേർ ഇവിടെ വന്നിട്ട് ഇത്രയേറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടും ഇതിന്റെ യാഥാർത്ഥ്യങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടും ഇവിടെ എന്റെ ഒന്നും സംഭവിക്കുന്നില്ല. ഇന്നലെ എന്റെ ഭാര്യ വിളിച്ചിട്ട് ചോദിച്ചു, എന്റെ ഇന്ന് വീട്ടിലേക്ക് ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ഞങ്ങള് സ്റ്റുഡൻസ് ഒക്കെ കൂടിയിട്ട് മുല്ലപ്പെരിയാറിലേക്ക് പോവുകയാണ്. ഉടനെ വന്ന മറുപടി എന്താണെന്നറിയോ? ചേട്ടന് ഭാര്യയും മക്കളും ഉണ്ടെന്ന് ഓർത്തുകൊള്ളണമെന്ന്. ഞാൻ എന്റെ ഭാര്യയെ കുറ്റം പറയുകയല്ല. ഇവിടെ വന്നിരിക്കുന്ന ഓരോ കുട്ടികളുടെയും മാതാപിതാക്കളും ഇതേ ചോദ്യം ചോദിച്ചു കാണും, നിങ്ങളുടെ ജീവനെ കുറിച്ച് നിങ്ങൾക്കൊരു ചിന്തയില്ല എന്ന്. ഇത്രയും കുട്ടികൾ ഇവിടെ വരുമെന്ന് ഞങ്ങൾക്ക് സംശയമായിരുന്നു. കാരണം ഈ ദിവസങ്ങളിലാണ് 146 അടിയിലേക്ക് 142 അടിയിലേക്ക് മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർന്നത്. പക്ഷെ ഇവരൊക്കെ വന്നു. ഈ നാട്ടിലെ ജനങ്ങളുടെ ഈ ധീര സ്ഥിതി തിരിച്ചറിയാൻ എന്തുകൊണ്ട് നമ്മുടെ വീടുപെടുത്താൻ കഴിയാതെ പോകുന്നു? അല്ലെങ്കിൽ ഒരു അപ്പനെ പോലെ എഴുന്നേറ്റുകൊണ്ട് ഞാൻ എന്റെ നാടിന് വേണ്ടി ഈ മുല്ലപ്പെരിയാർ പുതിയ ഡാം പണിയുമെന്ന് പറയാൻ കഴിയാത്ത ഭരണാധികാരികളാണോ നമുക്കുള്ളത്? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളിൽ ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന് തമിഴ്നാട്ടിൽ അടിത്തറയില്ല. ഇപ്പോൾ വന്ന BJPക്കും തമിഴ്നാട്ടിൽ യാതൊരു അടിത്തറയുമില്ല. ഞാനൊരു പാർട്ടിക്കും വേണ്ടി പറയുകയല്ല. അതുകൊണ്ട് തമിഴ്നാട്ടിനെ പ്രീതിപ്പെടുത്തണമെന്ന ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമല്ലേ ഇവർ കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ മുഖമടച്ചു നിൽക്കുന്നത്. ആൾ മുതൽ പൊക്കം കൂടിയ ആൾ മുതൽ എങ്ങനെ ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് ചേർക്കാമെന്ന് ഇങ്ങനെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെന്തായാലും ഓട്ടോമാറ്റിക്കലായിട്ട് കുറെ കാര്യങ്ങൾക്ക് ഇങ്ങനെ കയറുന്നുണ്ട്. അതിലൊന്നാണ് ഈ മോർബി ഡാം. ലോകം കണ്ട ഏറ്റവും വലിയ ഡാം ദുരന്തമാണ് ഇന്ത്യയിലെ മോർബി രാജ്കോട്ടിൽ സംഭവിച്ചത്. അതുപോലെ തന്നെയാണ് ഈ പഴക്കം ചെന്ന 1 നൂറ്റാണ്ട് മുന്നിട്ട ഒരു ഡാം ഈ മുല്ലപ്പെരിയാറിലുള്ളത്. സ്നേഹമുള്ളവരെ, എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അന്ന് മോർബി ഡാമിലുണ്ടായ ദുരന്തത്തിൽ, ആ ദുരന്തത്തിന് ശേഷം അവിടെ രക്ഷാപ്രവർത്തനത്തിയ ഒരാളാണ് എന്ന് അവകാശപ്പെടുന്ന ആളാണ് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു, ഇനിയെങ്കിലും ഇന്ന് തമിഴ്നാട് കാണിക്കുന്ന അതേ ദാക്ഷ്യത്തോടുകൂടി ഇന്ത്യക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിൽ ഈ ജനവാസികൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും ആവാസ വ്യവസ്ഥയ്ക്കും തകർച്ച നേരിടുന്ന വേദന ഈ നാട്ടിലെ ജനങ്ങളുടെ വേദനയല്ല, നമ്മുടെ ഇവിടെ വേദനയാണ്. കേരളത്തിന്റെ മാത്രം വേദനയല്ല. നമുക്കറിയാം, കേരളത്തിന്റെ വ്യാവസായിക ജില്ല എന്നറിയപ്പെടുന്ന എറണാകുളം മുഴുവൻ മുക്കിക്കളയാവുന്ന വെള്ളം ഈ മുല്ലപ്പെരിയാറിലുണ്ട്. മുല്ലപ്പെരിയാർ തകർന്നു വരുന്ന ഇടുക്കി ഡാമിലുണ്ട്. ഇന്ന് ഈ വ്യവസായങ്ങളെല്ലാം നിലകൊള്ളുന്നത് ഇടുക്കി ഡാമിലെ ജലത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന, ഇടുക്കി ഡാമിലെ ജലം ഉപയോഗിച്ചുണ്ടാക്കുന്ന വൈദ്യുതിയിൽ നിന്നാണ്. അപ്പൊ കേരളം മുഴുവൻ അന്ധകാലത്തിൽ ആഴ്ത്താൻ പറ്റിയ ഒരു വലിയ ബോംബാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനിവിടെ നിന്ന് വലിയ പ്രസംഗം നടത്തിപ്പോയതുകൊണ്ട് എന്തെങ്കിലും വലിയ മാറ്റം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉണ്ടാകണമെന്ന് എനിക്കൊരു സ്വപ്നമുണ്ട്. എനിക്ക്
എന്നോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന ഈ മാധ്യമ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇന്നു മുതൽ നിങ്ങൾ ഷെയർ ചെയ്യുന്ന, നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഒരു വാചകമെങ്കിലും ഉണ്ടാകട്ടെ. കാരണം ഇത് ഈ നാടിന്റെ വേദനയല്ല, എൻ്റെ വേദനയാണ്. എൻ്റെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ മാത്രമല്ല, ആവാസ വ്യവസ്ഥയെ മുഴുവൻ മുച്ചൂടും നശിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നാം എല്ലാവരും ഉണരണം, നാം എല്ലാവരും പ്രവർത്തിക്കണം. ഇവിടെ വന്ന് നാം പ്രസംഗം പറഞ്ഞതുകൊണ്ടോ, ഇവിടെ വന്ന് നാം ഒരു ദിവസം നിരാഹാരം വരുന്നതുകൊണ്ടോ ഈ പ്രശ്നം തീരില്ല. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇവിടെ ഓടി വരാനുള്ള മനസ്ഥിതിയും ധൈര്യവും കാണിക്കാൻ ചങ്കുറ്റുമുള്ള ചെറുപ്പക്കാരും മാധ്യമ പ്രവർത്തകരുമായിരിക്കണം നാം. സ്നേഹമുള്ള നാട്ടുകാരെ, ഇവിടെ മാധ്യമ പ്രവർത്തകരും സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിലെ സോഷ്യൽ സാമൂഹിക പ്രവർത്തക സംഘടനയായ ഹാർസ്റ്റിങ്സിലെ ഒരു വിദ്യാർത്ഥി വന്ന് നമുക്കെന്തുകൊണ്ട് മുല്ലപ്പെരിയാറിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൂടാ? അവിടെ ഇത്രയും ദിവസമായിട്ട് ഇത്ര ആളുകൾ സമരം ഇരിക്കുന്നില്ലേ? ഇതാ ഇപ്പം മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഇത്രയായി, പക്ഷെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ആർക്കും ഒന്നും മിണ്ടാൻ പറ്റാത്ത ആളുകൾ, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. നമുക്ക് എന്തെങ്കിലും ചെയ്തുകൂടി എന്ന് അങ്ങനെ ഒരു വിദ്യാർത്ഥി ചോദിച്ചപ്പോൾ അതിന്റെ പുറകിലാണ് ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെയുള്ള ഈ സമരസമിതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അതുപോലെ നാളെ ഇവിടെ വന്ന് ഇതിലും ശക്തമായ ഒരു സമരം ചെയ്യേണ്ട ഒരു ആവശ്യം വന്നാൽ നിങ്ങൾ വിളിച്ചാൽ എപ്പോൾ വേണമെങ്കിലും വരും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് സമരസമിതിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ പേരിലും മാനേജ്മെന്റിന്റെ പേരിലും അധ്യാപകരുടെ പേരിലും സാമൂഹിക പ്രവർത്തക സംഘടനയായ ഹാർസ്റ്റിങ്സിന്റെ പേരിൽ അവിടുത്തെ വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും പേരിൽ എല്ലാവിധ നന്മയും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.